താങ്കൾ വളരെ സവിശേഷമായി അവതരിപ്പിച്ച കിഫ്ബി എന്ന ബജറ്റിന് പുറത്തുള്ള സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ അതിന്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് മാറി അതിലേക്ക് എത്തുന്ന ഫണ്ടിന്റെ കാര്യത്തിലാണെങ്കിലും അതിന്റെ പ്രവർത്തന രീതിയാണെങ്കിലും അതിലെ പദ്ധതികളുടെ വിനിയോഗമാണെങ്കിലും അതിനെല്ലാം ക്രമവിരുദ്ധമായ കാര്യങ്ങൾ നീങ്ങി എന്ന ചില പരാമർശങ്ങൾ കൂടി ഇന്ന് ഈ ധവള പത്രത്തിലുണ്ട്. കാര്യമത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇപ്പോൾ ഉദാഹരണത്തിന് കിഫ്ബിയെ കുറിച്ച് പറയുമ്പോൾ ഈ സംസ്ഥാന വരുമാനങ്ങൾ ഒരു സഞ്ചിത നിധിയിലേക്ക് എത്തണം എന്ന ഭരണഘടനാ തത്വത്തിന്റെ ലംഘനമാണ് കിഫ്ബിയിൽ സംഭവിച്ചിരിക്കുന്നതെന്നും മോട്ടോർ വാഹന നികുതിയുടെ 50% പെട്രോളിയം സെസ് മുഴുവനായും കിഫ്ബിയിലേക്ക് മാറ്റിയത് ചട്ടവിരുദ്ധമാണ് എന്ന് തുടങ്ങിയിട്ടുള്ള ഗുരുതരമായ കണ്ടെത്തലുകൾ കൂടി ഈ ധവളപത്രത്തിന്റെ ഭാഗമായി പുറത്തു വരുന്നു. ഈശ്വര, ഓരോന്നോരോന്നെ പുറത്തേക്ക് വന്നോണ്ടിരിക്കുകയാണല്ലോ. ഈ ധവളപത്രത്തിൽ പറയുന്ന പോലെ സംസ്ഥാനത്ത് ബഡ്ജറ്റിൽ സാമ്പത്തിക ഞെരുക്കമുണ്ട്. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? നമ്മുടെ ചെലവിന് ആവശ്യമായിട്ടുള്ള വരുമാനം ഇല്ല. അത് ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത് എത്രയോ നാളായി. ഇതിക്ക് മുമ്പുള്ള UDF-ന്റെ കാലത്ത് ഇത് തന്നെയാണ് സ്ഥിതി. അതുകൊണ്ട് നമ്മുടെ റവന്യൂ ചെലവുകൾക്ക് വായ്പ എടുക്കുന്ന പണം പണ്ടും ഉപയോഗിച്ചിരുന്നു, ഇന്നും ഉപയോഗിക്കുന്നു. ഇതാണ് അവസ്ഥ. എന്ത് തേങ്ങാ കൊലയാണോ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്? പക്ഷെ ഇത് പോരാ. നമുക്ക് അടിയന്തരമായിട്ട് ആധുനിക വ്യവസായങ്ങൾ കൊണ്ടുവരണം, തൊഴിലുകൾ സൃഷ്ടിക്കണം. അത്തരത്തിൽ മൂലധനം നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് പല തടസ്സങ്ങളിൽ ഏറ്റവും വലിയ തടസ്സം നമ്മുടെ പശ്ചാത്തല സൗകര്യങ്ങൾ വളരെ പിന്നോക്കമാണ്. മനസ്സിലാക്കി കളഞ്ഞല്ല. നമ്മൾ അടുത്ത കാലം വരെ ഒരു 4 വരി പാത കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നോ? ഏത് മേഖല എടുത്താലും പശ്ചാത്തല സൗകര്യങ്ങളിൽ നമ്മൾ പിന്നോക്കമാണ്. എന്തുകൊണ്ടത്? വായ്പ എടുക്കുന്ന പണം ഇതിനൊന്നുമല്ല, എത്രയോ ദശാബ്ദങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ ദൈനംദിന ചെലവുകൾക്കാണ്. അത് തനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്? ഇപ്പോഴേ മനസ്സിലായുള്ളൂ. ഇതെങ്ങനെ മറികടക്കാൻ പറ്റാം? ബഡ്ജറ്റിൽ നിന്ന് കുറച്ച് പണം നീക്കി വെക്കാൻ പറ്റുന്നത് എടുത്ത് റോഡ്, പാലങ്ങള്, കെട്ടിടങ്ങൾ, പിന്നെ വ്യവസായ പാർക്ക്, വൈദ്യുതി നിലയം ഇതൊക്കെ ഉണ്ടാക്കാൻ പോയിട്ടുണ്ടെങ്കിൽ 20-25 വർഷം വേണ്ടി വരും എത്തിച്ചേരാൻ. അപ്പോഴേക്കും ലോകവും ഇന്ത്യയൊക്കെ വളരെ കടന്നുപോയി കാണും. ഇത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ശരിയാണല്ലോ, ചേട്ടൻ തന്നെ പറഞ്ഞിട്ടാ ഞങ്ങൾ കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടായാൽ പോരാ, ഇന്നുണ്ടാവും. എത്രയാണ്? ഒരു 2-3 ലക്ഷം കോടി രൂപ നമ്മുടെ പശ്ചാത്തല മേഖലയിൽ നിക്ഷേപം നടത്തും. 25,000 രൂപ. അതെങ്ങനെ കഴിയും? സർക്കാരിന് വായ്പ എടുക്കാൻ കഴിയും. എത്ര പലിശ കൊടുത്താലും കേന്ദ്രം പറയുന്നതിന്റെ താഴെ വായ്പ എടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കിയത്. ഇത് താൻ പോയി വല്ല സ്കൂൾ മാസ്റ്റർമാരോട് പറയാൻ, ചിലപ്പോ അവർ വിശ്വസിച്ചോളൂ. എങ്ങനെയാ കിഫ്ബി പ്രവർത്തിക്കുക? നമ്മള് ഒരു നിശ്ചിത തുക മോട്ടോർ വാഹനത്തിന് പകുതി കിഫ്ബിക്ക് എല്ലാ വർഷവും നൽകും എന്ന് നിയമം പാസ്സാക്കും. ആ ഭാവി വരുമാനത്തെ സെക്യൂരിറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 25 വർഷം കിട്ടാൻ പോകുന്ന നികുതി ഇന്ന് വായ്പ എടുത്ത് അവർക്ക് ഇതൊക്കെ പണിയാം. ഭയങ്കരം തന്നെ. ഇങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയാ ഇതൊക്കെ പണിയാ? ഇതൊന്നും വേണ്ടെന്നാണോ? അപ്പോ ആശങ്ക എന്താണ്? ഇവിടെ പറഞ്ഞു വളരെ ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യം. എന്താ ചട്ടവിരുദ്ധമായിട്ടുള്ള കാര്യം? അത് ഞാനൊരു ഇരട്ട വരയിട്ട ബുക്കിൽ എഴുതി തരാം, സൗകര്യം പോലെ ഇരുന്ന് വായിച്ചോ. ഭരണഘടനയെ പറയുന്നത് സർക്കാരിന്റെ എല്ലാ വരുമാനവും കൺസോളിഡേറ്റഡ് ഫണ്ടിൽ വന്നം അവിടെ നിന്ന് കൊടുക്കാൻ പാടില്ല, അല്ലാതെ കിഫ്ബിക്ക് നികുതി വീതം കൊടുക്കുന്നു. എങ്ങനെ ഈ മണ്ടത്തരം പറയാൻ പറ്റുന്നേ? മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. വിശ്വസിക്കാൻ അവിടെ നിന്ന് പറഞ്ഞാൽ മതി. എത്ര വലിയ വിദ്വാനാണ് എഴുതിയിട്ടുള്ള ആളുകളൊക്കെ എന്റെ കൂടെ പഠിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾ. മണ്ടത്തരമാണ്. ഒരു പൈസ പോലും അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ട്രഷറിയിൽ മോട്ടോർ വാഹന നികുതി അടച്ചു കഴിഞ്ഞാൽ അവിടെ വരുന്ന പണം ഓരോ മാസവും അതിന്റെ പകുതിയാ കൊടുക്കുന്നത്. എവിടെ നിയമലംഘനം? നീ എന്നെ കൂടുതൽ മണ്ടനാക്കാടാ. അതൊക്കെ എനിക്ക് തോന്നുന്നു എന്റെ സുഹൃത്തുക്കളായ വിദ്വാന്മാർ ഇത് എഴുതാൻ സാധ്യതയില്ല. ഈ ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ ചില കുനിഷ്ടുക്കള് പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചതാവും. നിന്റെ ഈ പടക്കം പൊട്ടിക്കലുണ്ടല്ലോ, അത് എന്നോട് വേണ്ട. താങ്കൾ പറഞ്ഞു ഈ കടമെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പൊ കിഫ്ബി സാധാരണ സർക്കാർ എടുക്കുന്ന കടമെടുക്കുന്നതിനേക്കാൾ അധിക വായ്പ പിന്നെ പലിശയ്ക്ക് വായ്പ എടുക്കുന്നു. അങ്ങനെ തിരിച്ചടക്കേണ്ട വായ്പാ ബാധ്യത എന്ന് പറയുന്നത് 21,000 കോടി രൂപയാണ് എന്നാണ് ഈ ധവളപത്രത്തിൽ പറയുന്നത്. അയ്യോ, ആര് പറഞ്ഞു പിടിപ്പിച്ചു? പിന്നെ മറ്റൊന്ന്, ഈ പദ്ധതി വിതരണം സംബന്ധിച്ച കാര്യങ്ങളിൽ രാഷ്ട്രീയ താല്പര്യത്തോടുകൂടി ഇടപെട്ടു എന്ന ഒരു നിരീക്ഷണം അതിനകത്തുണ്ട്. അതിന് കാരണം കണ്ണൂരിന് മാത്രം ആകെ തുകയുടെ 20% അധികം നൽകിയിട്ടുണ്ട് എന്നതാണ്. ആദ്യത്തേത് 38,000 കോടി രൂപ. എത്ര തുക? ആ തുക ബാധ്യതയായിട്ട് നിൽക്കുകയല്ലേ.
അതൊന്നും സർക്കാരിന്റെ തലയിലല്ലെന്ന് കിഫ്ബിയുടെ ബാധ്യതയാണ്. സർക്കാരിന്റെ ബാധ്യത എന്താ? അത് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്, മോട്ടോർ വാഹന നികുതിയുടെ പകുതി കൊടുക്കണം. അടിപൊളി. കിഫ്ബി എങ്ങനെ പ്രവർത്തിക്കുന്നേ? ഇത്തരത്തിൽ മോട്ടോർ വാഹന നികുതി അടുത്തൊരു 25 വർഷം നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാലോ എത്ര വീതം കിട്ടുമെന്ന്. എന്നിട്ട് ഏത് പ്രൊജക്ട് എടുക്കുമ്പോഴും ആ പ്രൊജക്ടിന്റെ കരാറുകാരന് കൊടുക്കേണ്ട തുക ഏതൊക്കെ മാസം വരുമെന്ന് അറിയാം. അതിനേക്കാൾ കൂടുതലായിരിക്കണം ഏത് സമയവും കിഫ്ബിയുടെ വരുമാനം. കാള വാല് പൊക്കിയപ്പോഴേ ഞാൻ കരുതിയതാ അത് നിന്റെ തലയിൽ ചാണകമിടാനായിരിക്കുമെന്ന്. ഇങ്ങനെ കിട്ടുന്ന വരുമാനം ഭാവി വരുമാനത്തിൽ കൊടുത്തു തീർക്കാൻ പറ്റുന്നതിന് അപ്പുറം പ്രൊജക്ടുകൾ എടുക്കില്ല. ഇതിന്റെ പേരാണ് അസറ്റ് ലയബിലിറ്റി മാച്ചിങ്. ഒരു ലോൺ എടുത്ത് മറ്റൊരു ലോൺ അടയ്ക്കാം. നീയാണ് യഥാർത്ഥ ഗണിത നിയമത്തിൽ പറഞ്ഞ കൊടുത്തേച്ചാ മതി, ബാക്കി നോക്കിക്കോളും. അല്ല ഈ കിഫ്ബിയുടെ അതിന്റെ 21,000 കോടി പ്രശ്നം. ഈ വായ്പ ബാധ്യത നമ്മൾ സർക്കാർ അടക്കേണ്ടതല്ലേ, തിരിച്ചടക്കേണ്ടതല്ലേ? എന്റെ ചങ്ങാതി വേണ്ടെന്ന് സർക്കാരൊന്നും അടക്കേണ്ട ആവശ്യമില്ല. സർക്കാർ അടക്കേണ്ടത് കിഫ്ബിക്ക് വർഷം തോറും കൊടുക്കൂന്ന് പറഞ്ഞ തുക കൊടുത്താൽ മതി. എടാ നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. അതിന്റെ സെക്യൂരിറ്റൈസേഷനാണിത്. അല്ലാതെ സർക്കാർ എവിടെ കൂടുതൽ കൊടുക്കണേ? ഇതുവരെ സർക്കാർ ഈ നിയമത്തിൽ പറഞ്ഞതിനപ്പുറം 10 വർഷമായിട്ട് ഒരു പൈസ കൂടുതൽ കൊടുത്തിട്ടുണ്ടോ? ഈ മണ്ടൻ ഗണേശനോട് എന്നാ പറയാനാണ്. അല്ല ഐസക് സാർ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. അപ്പോൾ കിഫ്ബി വരുത്തി വെച്ചിരിക്കുന്ന ഈ ബാധ്യത സംസ്ഥാനത്തിന്റെ ബാധ്യതയല്ലേ? ചോദിക്കേ. എന്താ ബാധ്യത? ഈ തുക അവര് വായ്പ എടുത്തിരിക്കുന്നു. സർക്കാരിന് എന്താ ബാധ്യത? സർക്കാരിന് ബാധ്യത നിയമത്തിൽ വ്യവസ്ഥ ഇതുപോലെ കഴിഞ്ഞ 10 വർഷം കൊടുത്തതുപോലെ മോട്ടോർ വാഹന നികുതിയുടെ പകുതി കൊടുക്കാം. തീർന്നു. പൊട്ടനാണല്ലേ, മനസ്സിലായി. വേറൊരു അധിക ബാധ്യതയും വരുന്നില്ല. പിന്നെ പെട്രോളിയം കഴിഞ്ഞ 10 വർഷമായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടോ? ഭാവിയിലും ഇല്ല. ആ പെട്രോളിയം സെസ് കൊണ്ടുവരും, അതാവുള്ളൂ. ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും, പക്ഷെ ഞാൻ പൊട്ടനല്ല. അദ്ദേഹം പറയുന്നത് കിഫ്ബി അല്ലാതെ മറ്റു മാർഗമില്ല, കടം മേടിക്കാൻ കിഫ്ബി അല്ലാതെ മറ്റു മാർഗമില്ല. ഞാൻ അദ്ദേഹത്തോട് വെല്ലുവിളിക്കുകയാണ്. കേന്ദ്ര സർക്കാർ 1.5 ലക്ഷം കോടി രൂപ 50 വർഷം റീപേയ്മെന്റിന് ഇൻട്രസ്റ്റ് ഇല്ലാതെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നല്ലോ 2024 ബജറ്റിൽ. അങ്ങനെ ഒരു കാശോ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല ഈശ്വരാ. സംസ്ഥാനത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി അന്ന് അദ്ദേഹം ആയിരുന്നില്ല 2ാമത്തെ ടേമിൽ ഒരൊറ്റ തവണ പോലും ഒരു കത്ത് അയച്ചിട്ടില്ല അതിന്റെ കാപ്പെക്സ് ഫണ്ടിലേക്ക്. അതൊന്നും എനിക്കറിയാൻ മേല. ഇവിടുത്തെ മൂലധന മുടക്കിന് വേണ്ടി 50 വർഷത്തേക്ക് റീപേയ്മെന്റ് പീരീഡ് ഉള്ള ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഈ സ്കീം എടുക്കാതെ എങ്ങനെയാണ് ഇത്തരം സ്കീമുകൾ എടുക്കുന്നത്? ഇത്തരം ബാധ്യതകൾ സംസ്ഥാനത്തിന് എടുക്കാൻ പറ്റിയിട്ടും ഒരൊറ്റ പദ്ധതിയുള്ളതെന്നും അത് കാനഡയിൽ നിന്നുള്ള ഒരു പ്രത്യേക ഫണ്ടിൽ നിന്ന് തന്നെ വേണമെന്നും അതിന് ഇത്രയേറെ ഇൻട്രസ്റ്റ് റേറ്റ് വേണമെന്നും വാശി പിടിച്ചതിലാണ് സംസ്ഥാന സർക്കാരിനോട് ഈ എതിർപ്പുള്ളത്. ഒരു കാര്യം ഉറപ്പാണ്, ഇപ്പോ ഈ പറയുന്നത് പോലെ സംസ്ഥാനത്തിന്റെ ഫണ്ടില്ല, അത് സംശയമില്ല. കാരണം കഴിഞ്ഞ കുറെ നാളുകളായി നമുക്കറിയാം കേരളത്തിലെ മുഴുവൻ വരുമാനവും ചിലവാക്കുന്നത് സംസ്ഥാനത്തെ ശമ്പളത്തിനും അതുപോലെ തന്നെയുള്ള ഇൻട്രസ്റ്റിനും കടത്തിന്റെ ഇൻട്രസ്റ്റ് പേയ്മെന്റ് കൊടുക്കുവാനും പെൻഷൻ കൊടുക്കുവാനൊക്കെയാണ്. പക്ഷേ അത് വരത്തി വെച്ചതിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് സർക്കാരിനുമുണ്ട്, UDF സർക്കാരിനും പങ്കുണ്ട്. കഴിഞ്ഞ കുറെ നാളുകളായി ഇത്തരത്തിലുള്ള ദൂർത്തുകളായിരുന്നു സംസ്ഥാന സർക്കാരുകൾ. അത് ഉമ്മൻചാണ്ടി സർക്കാരും അതിനുശേഷം വന്ന പിണറായി സർക്കാർ 1ഉം 2-0 എല്ലാം നടത്തിയിരുന്നത് എന്നാണ് ഈ ധവളപത്രം വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. എന്തുകൊണ്ടാണ് കണ്ണൂരിലേക്ക് കിഫ്ബിയുടെ പണങ്ങൾ മുഴുവൻ പോകുന്നത്? അദ്ദേഹം പറഞ്ഞത് കണ്ണൂർ ഡെവലപ്മെന്റ് കുറവായിരുന്നു, അവിടെ എയർപോർട്ട് വന്നു, എയർപോർട്ട് വന്നപ്പോൾ അതിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വന്നു. ഈ കണ്ണൂര് എയർപോർട്ട് ഏത് വർഷത്തിലാണ് പ്രോഫിറ്റ് ആവുമെന്നാണ് ശ്രീ തോമസ് ഐസക് സാർ വിശ്വസിക്കുന്നത്? അതിനോട് പ്രസക്തിയില്ല. അതുപോലെ അദ്ദേഹം പറയുകയാണ്, സാധാരണക്കാരനോ പാവപ്പെട്ടവനോ വേണ്ടി ഫണ്ട് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല, കിഫ്ബിയുടെ ഫണ്ട് തയ്യാറല്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ വായിൽ നിന്ന് വരേണ്ട വർത്താനമാണോ, അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിന്റെ ഭാഗമാണോ ഇത് പറയുന്നത്? എന്റെ ഈശ്വര, എന്റെ നിഷ്കളങ്കത എങ്ങനെയാണ് പറഞ്ഞു മനസ്സിലാക്കേണ്ടത്? കിഫ്ബിയുടെ ഫണ്ട് മുഴുവൻ ഞങ്ങൾ ചെലവാക്കാൻ നിർദ്ദേശിക്കുന്നത് ഇവിടുത്തെ കോടീശ്വരന്മാർക്കും അതുപോലെ തന്നെ ഇത്തരം കച്ചവടക്കാർക്കും കോൺട്രാക്ടേഴ്സിനും വേണ്ടി മാത്രമാണ്. പാവപ്പെട്ടവന് കിഫ്ബിയുടെ വരുമാനമില്ല. പക്ഷേ അവൻ പെട്രോൾ അടിക്കുന്നതിന്റെയും അവൻ ഇവിടെ വാഹനം വാങ്ങിച്ചാലും 2 വീലർ വാങ്ങിച്ചാലും അതിന്റെ സെസ്സും പോകേണ്ടത് കിഫ്ബിയിലേക്കാണ്. അതുകൊണ്ട് കോടീശ്വരന്മാർക്ക് വരുന്ന വലിയ വിമാനത്താവളങ്ങളുടെ പണം തിരിച്ചടക്കേണ്ടത് പാവപ്പെട്ട 2 വീലർ ഓടിക്കുന്നവനും ചെറിയ സ്കൂട്ടർ മേടിക്കുന്നവന്റെയും പൈസയിൽ കൂടിയിട്ടാണ്
വിമാനത്താവളങ്ങൾ പണിയേണ്ടത് അല്ലെങ്കിൽ വലിയ ഹൈവേകൾ പണിയേണ്ടത് എന്ന ന്യായം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചേർന്നതല്ല. കൊല്ലടാ എല്ലാം കൂടെ എന്നെ അങ്ങ് കൊല്ലേ. അറ്റാക്ക് വന്ന് കുത്തിക്കട്ടിയ നെഞ്ചായത് എല്ലാം കൂടെ ടെൻഷൻ അടുപ്പിച്ച് ഇതങ്ങ് പൊട്ടിക്ക് കൊല്ലേ വരും.